താമരശ്ശേരി ഷഹബാസ് വധത്തിൽ അന്വേഷണം കടുപ്പിച്ച് പോലീസ് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടന്നുവെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? അതുപോലെ തന്നെ അവർ ആദ്യ ദിവസം പരീക്ഷ എഴുതാൻ വന്നത് വലിയ തർക്കത്തിനും വലിയ പ്രതിഷേധത്തിനും കാരണമായിരുന്നു. ഇന്നിപ്പോൾ SLC പരീക്ഷ ഇല്ല, ഇനി നാളെയാണ് ഉള്ളത്. അപ്പോൾ പരീക്ഷ ഇനി എഴുതാൻ വരുമ്പോഴും ഇവർക്കെതിരെ പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യമുണ്ടോ? അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഗൂഗിൾ? അന്വേഷണം കൂടുതൽ വിദ്യാർത്ഥികളിലേക്കും മറ്റാളുകളിലേക്കും ഒക്കെ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ അക്രമം നടന്ന ട്യൂഷൻ സെന്ററിന് സമീപത്തുള്ള അക്രമം നടന്ന സംഭവത്തിന് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ സമയത്ത് പ്രദേശത്തുണ്ടായിരുന്നത്, വിവിധ വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുള്ള CCTV വിഷ്വലുകളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. അതൊക്കെ പരിശോധിച്ചതിന് ശേഷം കൂടുതൽ ആളുകളെ പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുമെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ അക്രമത്തിൽ 5 പേർ മാത്രമല്ല, കൂടുതൽ ആളുകളുണ്ട് എന്നൊരു ആരോപണം ഈ ഷഹബാസിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് പ്രതികളുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിപട്ടികയിൽ ചേർക്കണമെന്ന ആവശ്യമൊക്കെ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്ന് അഞ്ചക്ക് കണ്ടെത്തിയതൊക്കെ ഈ ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിൽ ചേരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന ഒരു അറിവാണ് നമുക്കുള്ളത്. അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട സമയത്തും മൊഴിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഇന്നും കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കും എന്നൊരു കാര്യമാണ് അന്വേഷണ സംഘം പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഈ പ്രതികളായിട്ടുള്ള ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 5 വിദ്യാർത്ഥികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം 5 മണിക്കൂറിനിടെ 11ഓളം പ്രതിഷേധങ്ങളാണ് വിവിധ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. 85ഓളം പേർക്കെതിരെ കേസുണ്ട്. ഇത്തരത്തിൽ ഒരു കുറ്റത്തിൽപ്പെട്ട ആളുകളെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് നീതികേടാണ് എന്നൊരു ആരോപണമാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഷഹബാസിന്റെ പിതാവ് ഉൾപ്പെടെ ഇക്കാര്യം പറയുകയും ചെയ്തു. കാരണം കോപ്പിയടിച്ചാൽ പോലും ഡിബാർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് അനുചിതമാണ്, അത് മനസ്സിനെ വേദനിപ്പിക്കുന്നു എന്നൊരു പ്രതികരണമായിരുന്നു ഷഹബാസിന്റെ പിതാവ് നടത്തിയിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് 2 തവണ പരീക്ഷാ കേന്ദ്രം മാറ്റേണ്ടി വന്നൊരു സാഹചര്യവുമുണ്ട്. അതേസമയത്ത് തന്നെ നാളെ വീണ്ടും SSLC പരീക്ഷ ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ പ്രതിഷേധം പോലീസ് ഉൾപ്പെടെ കണക്കിലെടുക്കുന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. നാളെയും രാവിലെ മുതൽ ഈ പരീക്ഷാ കേന്ദ്രത്തിന് മുമ്പിൽ പോലീസിന്റെ വലിയ സന്നാഹമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രതിഷേധം ഒരു ഭാഗത്തുകൂടി പോകുന്നു. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം കൂടുതൽ രൂക്ഷമായി അല്ലെങ്കിൽ ശക്തമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഈ പ്രതികളായ ആളുകളുടെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും വരും ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. വിനോദ്.